ഇപ്പത്തെ ഞാൻ ഓട്ടത്തിലാണ്, ആ ടൗണിലാണെന്ന്. ഇന്നല്ലേ കുഞ്ഞിന് പോളിയോ എടുക്കേണ്ട ദിവസം. നിങ്ങൾ വരുമോ അതോ ഞാൻ വേറെ വല്ല ഓട്ടോ പിടിച്ച് പോകണോ? ആ വന്നോളാം. ആ നീ ഫോൺ കട്ട് ചെയ്തേ. നീ വെറുതെ പോലീസിനെ കൊണ്ട് പെറ്റിടിപ്പിക്കാൻ വേണ്ടി നീ ഒരു കാര്യം ചെയ്ത് ഫോൺ കട്ട് ചെയ്തേ. ഞാൻ വീട്ടിൽ നിന്നല്ലേ വന്നത്. നിനക്കെന്തല്ലേ പറഞ്ഞാൽ മനസ്സിലാക്കി നീ ഫോൺ കട്ട് ചെയ്തേ. ശരി, ആ ഓക്കെ വാ, ഇരിക്കും. ഇത് ഡോക്ടർ ഷൗജാദ്, ഇദ്ദേഹമാണ് ആ കേസ് അറ്റൻഡ് ചെയ്തത്. എന്താ വല്ല ബുദ്ധിമുട്ടെന്തെങ്കിലും? രോഗികളെ ഞാൻ പരിശോധിച്ചിരുന്നു. കേസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അല്ല ഓട്ടോറിക്ഷ ഓടിച്ച ആൾക്കാണ് കാര്യമായ പരിക്കുള്ളത്. ആ സ്കാനിങ് റിപ്പോർട്ട് വരട്ടെ, ബാക്കി ഞാൻ നോക്കി ചെയ്തോളാം. ശരി സാർ. കേട്ടോ? ഓക്കെ ശരി ശരി ഓക്കെ. എന്താ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ അളിയനെ കാത്തിരിക്കണായിരുന്നു. എനിക്ക് ഉള്ളിൽ എന്താണ്ടൊക്കെ പ്രയാസം ഉണ്ടളിയാ. ഒന്ന് MRI എടുത്താ കൊള്ളാന്നുണ്ട്. എന്തിനാ MRI എടുക്കണം? ഇപ്പൊ ഡോക്ടറെ കണ്ട് സംസാരിച്ചപ്പോ ഒരു കുഴപ്പമില്ലെന്നല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടല്ലേ. അടുത്ത ആഴ്ച തൊട്ട് പണിക്ക് നോക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മരുന്ന് ഇപ്പം തന്നെ വാങ്ങിച്ചു തന്നേക്കണം. മറ്റേത് അഡ്വാൻസ് ആണ്, അതും അടയ്ക്കണം. മരുന്ന് പെട്ടെന്ന് വേണം കേട്ടോ. എടാ കാശൊക്കെ ഉണ്ടോടാ കയ്യില്? പൈസ ഉള്ളത് ഞാൻ അടക്കാം. ശരി. ഉള്ളത് അടക്കട്ടെ, പിന്നെ ബാക്കി അവൻ ഉണ്ടാക്കിക്കോളൂ. എങ്ങനെയും ഒന്ന് വീട്ടിൽ പോയാ മതിയായിരുന്നു. ഒന്ന് സമാധാനായിട്ടിരിക്കേ. ഹലോ. ആ സാർ നമസ്കാരം. നമസ്കാരം. തിരക്കിലാണെങ്കിൽ സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ സാറേ? ഇല്ല പറഞ്ഞോ. നമ്മുടെ ഒരു 10 lakhs rupees ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ട്. ഡെയിലി 1% അതിനൊരു പ്രോഫിറ്റ് ഉണ്ട്. മാത്രമല്ല മലേഷ്യക്ക് ഒരു ഫാമിലി ട്രിപ്പും ഉണ്ട്. താല്പര്യമുണ്ടോ സാറേ? അതെ, ഞാൻ ഇന്ന് ഇത്തിരി തിരക്കിലാണല്ല. നാളെ രാവിലെ നിക്ഷേപിച്ചാൽ കുഴപ്പമുണ്ടാവോ? ഇല്ല സാർ, ഇപ്പൊ തന്നെ ഇടാണെങ്കിൽ ആ ഓഫറിൽ മലേഷ്യക്ക് പോവാം. വെച്ചോണ്ട് പോയടാ മയിരെ. ഇവിടെ നിക്കക്കള്ളില്ലാതിരിക്കുമ്പോഴാണ് ഇവിടെ പറഞ്ഞാണ്.